പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം യുഎഇയിൽ നിന്ന് നേരെ പോയത് യൂറോപ്പിലേക്കാണ്. നെതർലൻഡ്സിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതിനിടെ ഒരു വാർത്ത വരുന്നത് വിദേശയാത്രയ്ക്ക് നികുതി എന്ന വാർത്ത പ്രധാനമന്ത്രി തള്ളി എന്നതാണ്. വാർത്ത പൂർണ്ണമായും തെറ്റാണെന്നും സത്യത്തിന്റെ ഒരു കണിക പോലും അതിലില്ല എന്നുമാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണം. യാത്രാ നിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അരവിന്ദ്, എന്താണ് വിവരങ്ങൾ? ദിൽന പ്രവിധ കഴിഞ്ഞ ദിവസമാണ് ചില ദേശീയ മാധ്യമങ്ങളടക്കം വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ നികുതി ഏർപ്പെടുത്താൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ വാർത്തകൾ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത്. എക്സിൽ പ്രധാനമന്ത്രി ഈ വാർത്തകൾ തീർത്തും തെറ്റാണെന്ന് ഇന്നലെ രാത്രിയോടുകൂടി കുറിക്കുകയായിരുന്നു. കാരണം ഒരു സത്യത്തിന്റെ ഒരു കണിക പോലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വാർത്തകളിൽ ഇല്ല എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിയത്. കാരണം പല വാർത്തകൾ വരുമ്പോഴും പ്രധാനമന്ത്രി നേരിട്ടൊരു വാർത്ത തള്ളുന്നത് അത് അപൂർവമായ ഒരു കാഴ്ചയാണ്. അതിനാണ് ഇന്നലെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. എക്സിലൂടെ പ്രധാനമന്ത്രി ഈ വിദേശ യാത്രയ്ക്ക് നികുതി ഏർപ്പെടുത്തുമെന്ന വാർത്ത തള്ളിയിരിക്കുന്നത്. യാത്രാ നിയന്ത്രണങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതെന്ന് കൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. നേരത്തെ കർണാടകയിലടക്കം നടത്തിയ പ്രസംഗങ്ങളിൽ പരമാവധി വിദേശ യാത്രകൾ കുറയ്ക്കണമെന്നൊരു ആഹ്വാനം പ്രധാനമന്ത്രി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചില ദേശീയ മാധ്യമങ്ങൾ വിദേശയാത്രയ്ക്ക് നികുതി ഏർപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. എന്തായാലും ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഈ റിപ്പോർട്ടുകൾ തള്ളിയിരിക്കുകയാണ്. ദിൽന പ്രവിധ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.